എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റഡിക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ ഒരു വില്ലത്തെക്കുറിച്ചാണ്. നാം സാധാരണ പറയാറുള്ള വില്ലന്മാർ അത് ആണുങ്ങളാണ് കൂടുതൽ വില്ലന്മാരായി എല്ലാ പരിപാടിയൊക്കെ കാണിക്കുന്നത്. എന്നാൽ ആണുങ്ങളെ പിന്നിലാക്കി ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വില്ലത്തിമാരാണ്, അത് സ്ത്രീകൾ. അതിലൊരു പ്രധാന ഒരു വില്ലത്തിയുടെ കഥയാണ്. 9 കല്യാണം കഴിച്ചു, 10ാമത്തെ കല്യാണത്തിന് പിടിക്കപ്പെട്ടു. എങ്ങനെയുണ്ട്? ആണുങ്ങളാണെങ്കിൽ ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ല. അവർ കുറച്ചൊക്കെ ആലോചിക്കുക, ഒരു കുഴപ്പമില്ല, ഒരു കുഞ്ഞിൻ്റെ തള്ളയും കൂടെയാണ്, അടിപൊളിയായിട്ട് 9 വിവാഹം കഴിച്ചു. എന്നാൽ ഈ 9 വിവാഹം കഴിച്ചപ്പോഴും ഈ 9 ഭർത്താക്കന്മാർ അവരെപ്പറ്റി ഒരു അറിവൊന്നുമില്ല, ആരും പുറത്ത് കാണാനില്ല. അപ്പോൾ അതിൻ്റെ ഛേദവികാരം എന്താണെന്ന് അറിയില്ല. എന്തോ ഇപ്പോൾ ഈ 10ാമത്തെ കല്യാണത്തിനാണ് ഈ ലേഡിയെ പിടിക്കപ്പെടുന്നത്. വളരെ അനായാസം, അവർക്ക് ഒരു കൂസലുമില്ല. അവർ ബ്യൂട്ടി പാർലറിൽ പോയി കല്യാണത്തിന് താലി കെട്ടാൻ വേണ്ടി ബ്യൂട്ടി പാർലറിൽ പോകുന്ന സമയത്ത് അവരുടെ ബാഗിൽ നിന്ന് കുറച്ച് എന്തൊക്കെയോ കണ്ടുപിടിച്ചു. എന്നിട്ടാണ് ഇവർ ആൾ തരികിടയാണെന്ന് അറിയുന്നത്. എങ്ങനെയുണ്ട്? ഈ ലോകത്തിലെ ശരിക്കും ബാങ്ക് പല കൊള്ളകളും നാം കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും എത്രയോ വിചിത്രമായിരുന്നിൽ, എത്ര വെൽ പ്ലാൻഡാണ്. യഥാർത്ഥത്തിൽ ഇവരെ പോലുള്ളവരാണ് ശരിക്ക് ഈ എന്താ പറയുക, ഈ ജാസൂസിയായിട്ട് സെക്യൂരിറ്റിയിലൊക്കെ എടുക്കേണ്ടിവരെ. കാരണം ഇവർക്ക് എല്ലാ പഴുതുകളും, ഇവർക്ക് എന്താണെന്ന് സൂത്രം അറിയാം. അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു ഗ്യാങ്ങുകളെ നമ്മൾ ഏകോപിച്ച് എന്തെങ്കിലും വല്ല കേസുകളോ വല്ല മോഷണങ്ങളോ എങ്ങനെ ചെയ്യുന്നതെല്ലാം ഇവരിൽ കൂടി നമുക്ക് അറിയാൻ പറ്റും. ബിക്കോസ് ദേ നോ ദ ടെക്നിക്ക്. അപ്പോൾ ഇവർക്ക് ആരാണ് ഇത്ര സപ്പോർട്ട് ചെയ്തതെന്നാണ് ഇതുവരും പിടിയില്ല. പക്ഷേ പിന്നിൽ ആരെങ്കിലും കാണുമായിരിക്കും. പക്ഷെ ഒരു കാര്യം, ഇവരുടെ പിന്നിലുള്ള വലിയ കുറച്ച് ശക്തികളുണ്ട്. ആ ശക്തികളാണ് ഇവർക്ക് സപ്പോർട്ട്, ഇവരുടെ മോറലായിട്ട് എല്ലാത്തിലും ഏറ്റവും കൂടുതൽ ഇവർക്ക് വേണ്ട ഉത്തേജനം കൊടുക്കുന്നത്. അത് അവർ അവൈലബിളാണ്. അവരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടും. ചെറിയൊരു കാശിനൊക്കെ ഹയർ ചെയ്യാൻ പറ്റും. അവരാരെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അവരാണ് ഇതിൻ്റെ ഏറ്റവും വലിയ എല്ലാത്തിൻ്റെയും ഒരു കാരണക്കാരെന്ന് പറഞ്ഞാൽ അവരാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ലോകത്തിൽ തന്നെ ഒരു പ്രശ്നക്കാരായിട്ട് മാറിയിരിക്കുന്നത് അവരാണ്. പക്ഷെ ഇവരെ പിടിക്കാൻ പറ്റില്ല. കാരണം ഇവരെ പിടിച്ചാൽ ഇവരാര് പിടിക്കുന്നോ അവരും ഇവരുടെ ഫ്രണ്ട്സാണ്. ഇനി ആരാ ഇവരെ നോക്കാം, മറ്റാരുമല്ല, ഇവരുടെ ഏറ്റവും നമ്മുടെയും എല്ലാം ഫ്രണ്ടായ ഫേസ്ബുക്ക്, യൂട്യൂബ്, ദെൻ ഇൻസ്റ്റാഗ്രാം, അതങ്ങനെ പോകും. പിന്നെ ടെലിഗ്രാം, ഇങ്ങനെ അങ്ങോട്ട്. ഇവരാണ് ഈ വില്ലന്മാരുടെയും വില്ലാത്തികളുടെയും ഏറ്റവും വലിയ കൂട്ടാളികൾ. ഈ ഫേസ്ബുക്കിൽ കൂടെ അങ്ങോട്ട് തുടങ്ങും, പിന്നെ ചാറ്റിങ്ങിലൂടെ അങ്ങോട്ട് തുടങ്ങും, പിന്നെ അങ്ങ് തുടങ്ങി. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്തു. നമ്മൾ 300 റുപ്പീസ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായി ചാർജ് ആകും. ഒരു 300 രൂപ ചാർജ് കൊടുത്താൽ അവർ 30 കോടിയുടെയൊക്കെ പണിയൊക്കെ ഒപ്പിക്കും. അപ്പോൾ അത് ലാഭമാണ്. അപ്പോൾ നമുക്കെങ്ങനെ ഫേസ്ബുക്കിനെയും ഈ യൂട്യൂബിനെയും ഈ ഇൻസ്റ്റാഗ്രാമിനെയൊക്കെ നമുക്കൊണ്ട് കേസ് കൊടുക്കാൻ പറ്റില്ല. കാരണം ഈ കേസ് കൊടുക്കാൻ നമ്മൾ ആരുടെ അടുക്കൽ ചെന്നാൽ അവർക്കും ഇത് അവരുടെ ഫ്രണ്ട്സാണ്. സോ ഇവരെ നമുക്ക് ഉന്മൂലനം ഇനി ചെയ്യാൻ പറ്റില്ല. കാര്യം ഇവരില്ലാതെ നമുക്ക് ജീവിക്കാനും പറ്റില്ല. സാഹചര്യം അങ്ങനെ ആയിപ്പോയി. ആർക്കെങ്കിലും ഫേസ്ബുക്കില്ലാതിരിക്കുക, കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവരെ അവർക്കിതില്ലാതെ പറ്റത്തില്ല, ജീവിക്കാൻ പറ്റിയില്ല. അത് അവരുടെ കൂടപ്പിറപ്പായിപ്പോയി. സംഗതി ഇവരെ ഫ്രണ്ട്ഷിപ്പ് ആക്കാൻ വളരെ ചീപ്പാണ്. നിങ്ങൾ ഒരു രാജ്യത്തും ഒന്നും നടന്നുകൊണ്ട് ആ ഫിംഗർ, ഈ വിരലിൽ വെച്ച് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്താൽ നമ്മൾ ഈ ലോകത്തിലുള്ള എല്ലാം നമ്മുടെ ഈ ഇതിൻ്റെ കീഴിൽ വരും. ചാർജും കുറവാണ്, 299 അല്ലെങ്കിൽ 200 രൂപയ്ക്കുണ്ടെന്ന്. അത് പല ചാർജസ് ഉണ്ട്. ഇനി ഒന്നും വേണ്ട, ഒരു 20 രൂപ കൊടുത്താൽ ഇൻസ്റ്റൻ്റായിട്ട് ഒരു ദിവസത്തേക്കുള്ള നെറ്റ് കിട്ടും. ഇങ്ങനെയൊക്കെ പല പരിപാടികളുണ്ട്. പക്ഷേ ഇവർ വഹിക്കുന്ന റോൾ വളരെ വലുതാണ്. ഇവർ വഹിച്ച റോളാണ് ഈ 10 കല്യാണമായത്. ഇങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ ഈ ലോകത്ത് നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരൊക്കെ കൊള്ളാം, ഞാനടക്കാം, നമ്മളെല്ലാം നമ്മുടെ ഫ്രണ്ട്സാണ്. ഈ ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ
ഇവരെല്ലാം കൊള്ളാം, അവർ ചീപ്പാണ്, നമ്മുടെ ഫ്രണ്ട്സാണ്. ശരിക്കും അവരെ ഉപദ്രവിച്ചില്ലെങ്കിൽ നമുക്കിട്ട് പണി കിട്ടും, പണി 100% വരും. ഇവരെ നമുക്ക് പണിയാൻ പറ്റില്ല, പക്ഷെ ഉപയോഗിക്കുന്നത് നമ്മൾ സൂക്ഷിച്ചോളണം. അവരെല്ലാ സൗകര്യവും നിങ്ങൾ ഈ ലോകത്തുള്ള എല്ലാവരെയും പരസ്പരം കൂട്ടിമുട്ടിപ്പിക്കുകയും ഇണക്കിത്തരും. പിന്നെ വേണമോ വേണ്ടയെന്ന് നിങ്ങൾ തീരുമാനിക്കും. അതായത് ഈ ഈശ്വരൻ എന്നുള്ള ശക്തി ഉണ്ടല്ലോ, ശരിയും തെറ്റി എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്, എല്ലാ ബുദ്ധിയും തന്നിട്ടുണ്ട്. എങ്ങനെ ഉപയോഗിക്കണം, എന്തുപയോഗിക്കണത് നമ്മൾ സ്വന്തം ചിന്തിക്കണം. ആ ചിന്തിക്കാനുള്ള ശക്തി ഈശ്വരൻ തന്നതുപോലെ ഫേസ്ബുക്കും യൂട്യൂബും ഈ ഗ്രാമും ഈ ഒക്കെ നമുക്കുണ്ട്. അവൻ എങ്ങനെ ഉപയോഗിക്കണം, അവൻ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നല്ലത്, അല്ലെങ്കിൽ ഉപദ്രവകരമാണ് അവൻ ഉപയോഗിക്കുകയും ചെയ്യും. സോ അവർ നമ്മുടെ ഫ്രണ്ട്സാണ്, നമുക്കിവരില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അവർ ലെവൽ നമ്മളായിപ്പോയി. അതുകൊണ്ട് ഈ 10ാം കല്യാണത്തിന് മുതിർന്ന സ്ത്രീകൾ അദ്ദേഹത്തിന് ശരിക്കും നോക്കിയാൽ അവർ എല്ലാം ഈ എന്താ പറയുക, ചാറ്റിൽ കൂടിയാണ് ഇതെല്ലാം ഒപ്പിച്ചെടുത്തത്. അവർ മാത്രമല്ല, പലരും. അതുകൊണ്ട് ഇപ്പോൾ കേരളത്തിൽ വില്ലന്മാരെ കടത്തി വെട്ടിയ വില്ലത്തികളാണ്. ആ വില്ലത്തികൾ ഇപ്പോൾ നോബൽ സമ്മാനം കൊടുക്കേണ്ടത് ഈ കല്യാണം കഴിച്ച് ഇപ്പോൾ പോലീസ് പിടിക്കപ്പെട്ട സ്ത്രീയാണ്. എന്തായാലും അവരൊക്കെ സമ്മതിച്ചു കൊടുക്കണം. ഈസ് വെൽ ഡൺ. അതുപോലെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ ഈ ഫേസ്ബുക്കിനും യൂട്യൂബിനും ഒക്കെ എല്ലാം നമുക്ക് അവരെ ശരിക്ക് റെസ്പെക്റ്റ് ചെയ്തേ പറ്റൂ. അവരാണ് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത്. ഇത് കുറച്ച് പറഞ്ഞ് ആരൊക്കെ കുടുക്കിൽപ്പെട്ടെന്ന് ഇനി നമ്മൾ കണ്ടറിയണ്ടോ. ഇനിയിപ്പോൾ ഓരോന്നിങ്ങനെ വരുമായിരിക്കും. ഇതിപ്പോൾ ഈ ഇത്രയും കല്യാണം കഴിച്ചതിൽ എത്ര വില്ലത്തിമാർ ഇനി ഇതിൻ്റെ പിന്നാമ്പറായിരുന്നു മറ്റെന്തെങ്കിലും പണി ചെയ്യുമെന്നറിയില്ല. അത് നമുക്ക് വളരെ വൈകാതെ തന്നെ അറിയാൻ പറ്റും. അതായത് ഈശ്വരൻ ശിലയായിട്ട് അമ്പലത്തിരിക്കും. നമ്മൾ എത്ര പോയി എന്തൊക്കെ നേർച്ച നേർന്ന് അദ്ദേഹം ഒന്നും വാതുറന്ന് സംസാരിക്കില്ല. അങ്ങനെ ഇരുന്നിട്ട് അങ്ങോട്ട് നടത്തേണ്ട രീതിയിൽ നടത്തിക്കും. അതുപോലെ ഓരോരുത്തരും ചെയ്യുന്നത് ഒന്നും അറിയില്ല, അതറിയുന്നത് കുറച്ച് കഴിഞ്ഞതിന് ശേഷമായിരിക്കും. സോ കാത്തിരിക്കാം. ഇനിയും പല വില്ലത്തികളെ നമുക്ക് കാണേണ്ടി വരും. ആ വില്ലത്തികളെ സഹായിക്കുന്ന ഫേസ്ബുക്കിനെയും യൂട്യൂബിനെയും ഈ മീഡിയകളെല്ലാം ഈ ഫെസിലിറ്റീസിനെല്ലാം നമ്മൾ ആദരിക്കേണ്ടതാണ്. അതുകൊണ്ടാണല്ലോ നമുക്കിങ്ങനെയുള്ള ആൾക്കാരെയും വില്ലത്തിമാരെയൊക്കെ കാണാൻ പറ്റുന്നത്. ഇനി അടുത്ത വില്ലത്തിയുടെ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. അടുത്തൊരു വീഡിയോയിലൂടെ ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.